കുറേ കാലം നിർത്തിയിട്ട വാഹനങ്ങളിലെ ടയറിലെ കാറ്റ് കുറഞ്ഞു പോകാറുണ്ട്. എന്താണ് ഇതിന് കാരണം? പല കാരണങ്ങൾ കൊണ്ട് വാഹനങ്ങളിലെ കാറ്റ് കുറയാം. പ്രവേശന ശക്തി അഥവാ സ്വാഭാവിക ചോർച്ച. ടയർ റബ്ബറിലൂടെ വായുതന്മാത്രകൾ വളരെ സാവധാനം പുറത്തേക്ക് പോകുന്നത് ഒരു സാധാരണ പ്രക്രിയയാണ്. കുറഞ്ഞ അളവിൽ ആണെങ്കിലും കൂടുതൽ കാലം നിർത്തിയിടുമ്പോൾ ഈ നഷ്ടം ശ്രദ്ധയിൽപ്പെടും. താപനിലയിലെ മാറ്റങ്ങൾ. അന്തരീക്ഷ ഊഷ്മാവിലെ മാറ്റങ്ങൾ ടയറിനുള്ളിലെ മർദ്ദത്തെ ബാധിക്കും. തണുപ്പുള്ള സമയങ്ങളിൽ പ്രഷർ കുറയാൻ ഇതൊരു പ്രധാന കാരണമാണ്. ടയർ ചതുരാകൃതിയിൽ ആകുന്നത് അഥവാ ഫ്ലാറ്റ് സ്പോട്ടിംഗ്. വാഹനം ഒരേ സ്ഥലത്ത് ഒരേ പൊസിഷനിൽ ബാലൻ മുഴുവൻ ഒരൊറ്റ പോയിന്റിൽ താങ്ങി കുറേ കാലം നിർത്തിയിടുമ്പോൾ ടയർ നിലത്ത് സ്പർശിക്കുന്ന ഭാഗം സ്ഥിരമായി അമർന്നിരിക്കുകയും അവിടെ ഒരു ചെറിയ ചതുരാകൃതി രൂപപ്പെടുകയും ചെയ്യാം. ഇത് ബീഡ് റിമ്മുമായി ചേരുന്ന ഭാഗത്തെ സീലിനെ നേരിയ അളവിൽ തകർക്കാൻ സാധ്യതയുണ്ട്. അതുവഴി ചെറിയ തോതിൽ കാറ്റ് പുറത്തു പോകാം. ഉപയോഗിക്കാതെ കിടക്കുമ്പോൾ വാൽവ് സ്റ്റെമ്മുകൾ കൂടുതൽ ദ്രവിക്കാനും വിള്ളലുകൾ വരാനും സാധ്യതയുണ്ട്. കൂടാതെ വീൽ റിമ്മിലെ തുരുമ്പോ ചെറിയ കേടുപാടുകളോ കാറ്റ് പതിയെ ലീക്ക് ചെയ്യാൻ കാരണമാവുകയും ചെയ്യും. കുറേ കാലം നിർത്തിയിടുമ്പോൾ ടയർ ഒരേ സമയം ഭാരം താങ്ങുകയും അതേസമയം വെയിൽ, ചൂട് തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളുമായി സമ്പർക്കത്തിലായിരിക്കുകയും ചെയ്യുന്നതിനാൽ റബ്ബറിൻ്റെ ഇലാസ്തികത കുറയുകയും വിള്ളലുകൾ രൂപപ്പെടുകയും ചെയ്യാം. ഈ വിള്ളലുകൾ വഴി കാറ്റ് നഷ്ടപ്പെടാം. വാഹനം കൂടുതൽ കാലം ഉപയോഗിക്കാതെ ഇടുകയാണെങ്കിൽ ടയറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും മർദ്ദം നഷ്ടപ്പെടാതിരിക്കാനും നിർമ്മാതാവ് പറയുന്നതിനേക്കാൾ അല്പം കൂടുതൽ എയർ പ്രഷർ നൽകുന്നത് നല്ലതാണ്. കൂടാതെ സാധിക്കുമെങ്കിൽ ഇടയ്ക്കിടെ കുറച്ചു ദൂരം വാഹനം മുന്നോട്ടോ പിന്നോട്ടോ ഓടിക്കുകയും ചെയ്യുന്നത് ടയർ കേടാകുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.